നമസ്കാരം. മഹാമനീഷിയായ ഗുണാഢ്യൻ കാട്ടിൽ വെച്ച് അങ്ങനെ മഹത്തായ കാട്ടിൽ വെച്ചുണ്ടായ ആ ജീവിത കാലഘട്ടത്തിൽ മഹത്തായ കൃതിക്ക് രൂപം നൽകി. അതാണ് ബൃഹത് കഥ. ഏഴു ഭാഗങ്ങളിലായിട്ട് ഓരോ ലക്ഷം ശ്ലോകങ്ങൾ, ഇങ്ങനെ ഏഴ് ഭാഗങ്ങളിലായി ഏഴ് ലക്ഷം ശ്ലോകങ്ങൾ. ഇതാണ് ബൃഹത് കഥ. ആ ബൃഹത് കഥ ഗുണദേവൻ നന്ദിദേവൻ എന്നീ രണ്ട് ശിഷ്യന്മാരുടെ കയ്യിൽ ശാലിവാഹന രാജാവിനായിട്ട് കൊടുത്തയച്ചു. ഗുണാഢ്യനും അവിടെ പോയെങ്കിലും പുറത്ത് നിന്നതേയുള്ളൂ. രാജാവ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഓലയിലും പൈശാചി ഭാഷയിൽ എഴുതിയതെന്ന് മാത്രമല്ല, കാട്ടിൽ മഷിയില്ലാത്തത് കൊണ്ട് തൻ്റെ രക്തത്തെ തന്നെയാണ് മഷിയായിട്ട് ഉപയോഗിച്ചത്. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. പ്രമാണം സപ്തലക്ഷാണി പൈശാചം നീരസം വച്ച ശോണിതേന അക്ഷരന്യാസോ പിശാച കഥാമിമാം. അപ്പോൾ അത് ഈ രക്തം കൊണ്ട് എഴുതിയതും പൈശാചി ഭാഷയിൽ എഴുതിയതും അങ്ങനെയുള്ള നാട്ടുകഥകളായതുകൊണ്ടും അവിടെ എല്ലാവർക്കും സ്ഥാനമുള്ള കഥകളായിരുന്നു. അതിൽ എല്ലാ ജന്തുക്കൾക്കും വൃക്ഷങ്ങൾക്കും കാറ്റിനും വെളിച്ചത്തിനും സൂര്യനും ഒക്കെ പ്രാധാന്യം ഉള്ള, അവിടെ കഥാപാത്രങ്ങളില്ലാത്ത വിഷയങ്ങളേ ഇല്ല. അപ്പോൾ ആ കഥകളൊക്കെ വരുമ്പോൾ രാജാവിനെ പ്രകീർത്തിക്കുന്ന വിഷയങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ. അത് ഇഷ്ടമായില്ല. അങ്ങനെ അത് തിരിച്ചയച്ചു. രക്തം കൊണ്ട് എഴുതിയതും ഇഷ്ടമായില്ല. അങ്ങനെ ഗുണാഢ്യനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല, അദ്ദേഹം എഴുതിയതാണെന്ന് മനസ്സിലായില്ല. ഇങ്ങനെ ഗുണാഢ്യനും ശിഷ്യന്മാരും കാട്ടിലേക്ക് തിരിച്ചു. ആ സംഭവത്തിൽ മനംതൊന്ത, രാജാവിൻ്റെ തിരസ്കാരത്തിൽ മനംതൊന്ത ഗുണാഢ്യൻ അഗ്നികുണ്ഡമുണ്ടാക്കി അതിൽ ഓരോ ഓലയായിട്ട് താളിയോലകൾ ഓരോന്നെടുത്ത് അത് ഉറക്കെ വായിച്ച് തീയിലിട്ടു. അങ്ങനെ 6 ലക്ഷം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥവും തീയിൽ ചുട്ടരിക്കപ്പെട്ടു. എഴുതിയ മഹാകവിയാൽ തന്നെ ചുട്ടരിക്കപ്പെട്ടു, ദഹിപ്പിക്കപ്പെട്ടു. 7ാമത്തെ ഭാഗം, ആ ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള 7ാമത്തെ ഭാഗമായപ്പോൾ ഗുണദേവനും നന്ദിദേവനും രണ്ട് ശിഷ്യന്മാരും അതിന് സമ്മതിച്ചില്ല. അല്ലാത്ത കഥകളും കുറേ ഉണ്ട്. രാജാവ് വന്ന് കൈപിടിക്കുകയും അത് പിടിച്ചു വാങ്ങുകയൊക്കെ ചെയ്തുവെന്നും കഥകളുണ്ട്. ഗുണദേവനും നന്ദിദേവനും സമ്മതിച്ചില്ല. അപ്പം അതെങ്കിലും ബാക്കി വെക്കാൻ പറഞ്ഞ് ആ ബാക്കിയായ 1 ലക്ഷം ശ്ലോകങ്ങളാണ് ബൃഹത് കഥ എന്ന രീതിയിൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ ബൃഹത് കഥയാണ് ഗുണാഢ്യൻ്റെ ബൃഹത് കഥ. 1 ലക്ഷം ശ്ലോകം, 6 ലക്ഷവും നഷ്ടപ്പെട്ടു. അപ്പം ആ ബൃഹത് കഥാരംഭേരിവ ശാലഭഞ്ജികോപേദ എന്ന് വാസവദത്തയിൽ സുബന്ധു പറയുന്നുണ്ട്. അപ്പോൾ ശാലഭഞ്ജികയുടെ കഥകൾ അതൊക്കെ ബൃഹത് കഥയിലുള്ളതാണ്. ഹരലീലേവനോ കസ്യ വിസ്മയായ ബൃഹത് കഥ എന്ന് ഹർഷചരിതത്തിലും കാദംബരിയിൽ തന്നെ ബൃഹത് കഥാ കുശലേന എന്ന് ഉജ്ജയിനി വർണ്ണനത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ അത് ബൃഹത് കഥാ മഞ്ജരി, ബൃഹത് കഥാ ശ്ലോക സംഗ്രഹം, ഇത് ബുദ്ധസ്വാമിയുടെ, നേപ്പാളിയനായ ബുദ്ധസ്വാമിയുടെ ബൃഹത് കഥാ ശ്ലോക സംഗ്രഹം, ബൃഹത് കഥാ മഞ്ജരി ക്ഷേമേന്ദ്രൻ്റെതാണ്. പിന്നെ അതുപോലെ വളരെ പ്രസിദ്ധമായതിൽ ഈ ബൃഹത് കഥ ഇത്രമാത്രം നമുക്ക് അറിയാൻ കാരണം സോമദേവ ഭട്ടൻ്റെ കഥാചരിത് സാഗരമാണ്. കഥാചരിത് സാഗരം ഇതിൽ അദ്ദേഹം പറയുന്നു, നാനാ കഥാമൃതമയസ്യ ബൃഹത് കഥായാം എന്നും സോമേന വിപ്രവര ഭൂരിഗുണാഭിരാമ എന്നും പറയുന്നുണ്ട്. അപ്പോൾ സോമദേവ ഭട്ടനാണ് എഴുതിയതെന്നും നാനാകഥകൾ ചേർന്ന ബൃഹത് കഥയുടെ സാരസ്യ സജ്ജന മനോംബുധിപൂർണചന്ദ്ര, അതിൻ്റെ സാരസ്യമാണ് കഥാചരിത് സാഗരം എന്നും പറയുന്നുണ്ട്. ടൈഗർ ഡി
സേവേബ്രയാക്യോ അദ്ദേഹം ഓഷ്യൻ ഓഫ് ദ സ്ട്രീം ഓഫ് സ്റ്റോറീസ് എന്ന കൃതി പറയുന്നത് തന്നെ ഈ ബൃഹത് കഥയുടെ കഥാചരിത് സാഗരത്തിൻ്റെ ഇതായിട്ടുള്ള ഇംഗ്ലീഷ് വിവർത്തനമാണെന്ന് പറയാം. ഇന്ന് ഇതിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കഥാചരിത് സാഗരം തന്നെ മലയാളത്തിൽ വിദ്വാൻ ജി കുമാരൻ നായർ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് തന്നെ. സംസ്കൃതത്തിൽ തന്നെ ബൃഹത് കഥ എന്ന പേരിൽ ഒരു കൃതി വന്നിട്ടുണ്ട്. അത് ഗംഗാരാജാവായ ദുർവിനീതൻ എഴുതിയതാണ്. കൊങ്കുമണ്ഡലത്തിലെ കൊങ്കുവേൾ എന്ന കവി, കൊങ്കുമണ്ഡലം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ മുതലായ ഭാഗങ്ങൾ ഉൾപ്പെട്ട തമിഴ്നാടാണ്. കൊങ്കുവേൾ പെരുങ്കഥൈ എന്ന കൃതി എഴുതിയത് ഈ ബൃഹത് കഥ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ്. ഉദയന നരവാണൻ കഥ എന്നുകൂടെ അതിന് പേരുണ്ട്. പെരുങ്കഥയെന്നും ഉദയന നരവാണൻ കഥയെന്നും. അപ്പോൾ നരവാഹന ദത്തചരിതമാണ് കഥാചരിത് സാഗരത്തിലെ പ്രധാന പ്രതിപാദ്യം വരുന്നത്. ഈ അവസാന ഭാഗം നരവാഹന ദത്തചരിതമാണ്. നരവാഹന ദത്തൻ മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥാപാത്രമാണ്. കാരണം അർജുനന്റെ മകൻ അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്തിൻ്റെ മകൻ ജനമേജയന്റെ മകൻ ശതാനീകൻ, അദ്ദേഹത്തിൻ്റെ മകൻ സഹസ്രാനീകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനൻ, അദ്ദേഹത്തിൻ്റെ മകൻ നരവാഹനദത്തൻ. അങ്ങനെ ആ നരവാഹനദത്തൻ്റെ ചരിത്രമാണ് പ്രധാന പ്രതിപാദ്യമായിട്ട് വരുന്നത്. ഉദയന നരവാണൻ കഥ, അതും ബൃഹത് കഥയുടെ തമിഴ് രൂപം, അത് 7-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ വളരെ പഴയ കാലത്തിൽ തന്നെ എഴുതിയതാണ് എന്ന് പറയാം. അപ്പോൾ ഈ പൈശാചി ഭാഷ ബൃഹത് കഥ, അപ്പം ബൃഹത് കഥ തൊടാത്തതായിട്ടുള്ള കഥകളില്ല എന്ന് തന്നെ പറയാം. അന്ന് ഇന്ത്യയിൽ പ്രചരിച്ച എല്ലാ കഥകളുടെയും സംഗ്രഹമല്ല, വിശദമായ രൂപമാണ് എന്നത്. സംഗ്രഹിച്ചെഴുതുകയല്ല, വിശദമായ രൂപത്തിൽ തന്നെ എഴുതിയതാണെന്ന് പറയാം. പഞ്ചതന്ത്രത്തിലും അതുപോലെ മറ്റ് സംസ്കൃത സാഹിത്യത്തിലും പ്രാകൃത സാഹിത്യത്തിലും ഒക്കെ വരുന്ന പല കൃതികൾക്കും ഇതിവൃത്ത കഥയായിട്ട്, മഹാഭാരതവും രാമായണവും കൂടാതെ ഇതിവൃത്ത കഥയായിട്ട് വന്നത് ഈ ബൃഹത് കഥയാണ്. പൈശാചി ഭാഷ എന്ന് പറയുമ്പോൾ പൈശാചി ഭാഷ ഒരു പ്രാകൃത ഭാഷയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പ്രാകൃതത്തിൽ തന്നെ മാഗധി പ്രാകൃതം, അർദ്ധമാഗധി പ്രാകൃതം, ശൂരസേനി പ്രാകൃതം, മഹാരാഷ്ട്രീ പ്രാകൃതം, പൈശാചി പ്രാകൃതം. ബുദ്ധമതത്തിലെ ഒരു പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ഭാഷ ഈ പൈശാചി പ്രാകൃതമാണ്. ഈ പൈശാചി പ്രാകൃതത്തിൽ നിന്നാണ് ഇന്നു കാണുന്ന പല ഭാഷകൾ. അവിടെയുള്ള ഉത്തര ഭാരതത്തിൽ കാശ്മീരവും അതിനു ചുറ്റുമുള്ള പ്രദേശത്തുള്ള മിക്ക ഭാഷകളും പൈശാചി ഭാഷയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാശ്മീരി പ്രധാനമായിട്ട് ദോഗ്രി, സിന്ധിയും അതിൻ്റെ പശ്ചാത് ഭാഷയാണെന്ന് പറയുന്നു. കച്ചി ആയിരിക്കാം, അതുപോലെ ബാൾട്ടി, വാക്കി, സാരികോലി, ബുരുഷഷ്കി, കോവാർ, ദൊമാക്കി, കോഹിസ്ഥാനി, രുഷാനി, ഗോഡ്ജിയാൻ, പാർത്തിയൻ, പോത്തുവാരി, ഇതൊക്കെ നുബ്ര, ഇതൊക്കെ ഈ ഭാഷകളൊക്കെ ഈ പൈശാചി ഭാഷ, അതിൻ്റെ മൂലരൂപം പൈശാചി ആണെന്ന് പറയാം. അപ്പം പൈശാചി ഭാഷയുടെ സംഭാവന ആ കാലഘട്ടത്തിൽ വേറെ പല കൃതികളിലും ഉണ്ടായിട്ടുണ്ടാവാം. ബൃഹത് കഥ കൂടാതെ പല കൃതികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുണാഢ്യനെ പോലെ പ്രശസ്തനായവരൊക്കെ, ഗുണാഢ്യൻ തന്നെ സംസ്കൃതത്തിലായിരുന്നെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കവിയാകുമായിരുന്നു. കാളിദാസന്റെയും ഭാസന്റെയും ഒക്കെ ആ നിരയിൽ ഗുണാഢ്യനും ഉണ്ടാകുമായിരുന്നു. പൈശാചി ഭാഷയിലായതുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം കൂടിയായിരിക്കാം. ആ പൈശാചി ഭാഷയിൽ ഉണ്ടായ മറ്റ് കൃതികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ബൃഹത് കഥയുടെ കഥാചരിത് സാഗരം എടുക്കുമ്പോഴും 21,700 ശ്ലോകങ്ങളാണുള്ളത്. ഇപ്പോൾ 1,00,000 ശ്ലോകങ്ങളിൽ അത്രമാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങൾ
എവിടെ ബാക്കി ഭാഗങ്ങൾ പറയുന്ന കഥകളും സംഭവങ്ങളും ഒക്കെ ഇനിയും കണ്ടു കിട്ടിയേക്കാം. ഈ 6 ലക്ഷം നശിപ്പിച്ചു എന്ന് പറയുന്നത് ചിലപ്പോഴും അതൊരു കഥ മാത്രമായിരിക്കാം. അതും എവിടെ നിന്ന് ഒരിക്കലും കണ്ടു കിട്ടില്ലെന്ന് വിചാരിച്ച പലതും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ ഈ ബൃഹത് കഥയും ലഭ്യമായി വരാം. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമസ്കാരം. ഇവിടെ ബൃഹത് കഥ എന്നും പൈശാചി ഭാഷ എന്നുള്ള ഭാഗം അവസാനിക്കുകയാണ്.